നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഇന്നലെയുമായി ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് അത് മറ്റാരുടെയുമല്ല, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് തന്നെയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം തൻ്റെ ഔദ്യോഗികമായ യൂട്യൂബ് ചാനൽ ഇന്നലെയായിരുന്നു ആരംഭിച്ച് 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് 15 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട്. യൂട്യൂബിലെ പല റെക്കോർഡുകളും അദ്ദേഹം ഇപ്പോൾ പഴങ്കഥയാക്കിയിട്ടുണ്ട്. ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് കളിക്കളത്തിൽ മറ്റൊരു നാഴികക്കല്ലിലേക്ക് എത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ ആദ്യ ലീഗ് മത്സരത്തിൽ ഇന്ന് അൽ നസർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ അൽ റൈദാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ നസറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായേക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കഴിഞ്ഞ സൂപ്പർ കപ്പ് ഫൈനലിൽ ഗോളടിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സൗദി അറേബ്യൻ ലീഗിൽ 50 ഗോളുകൾ പൂർത്തിയാക്കാൻ കഴിയും. നമുക്കറിയാം, 1.5 സീസൺ മാത്രമാണ് ഇതുവരെ അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിൽ കളിച്ചിട്ടുള്ളത്. അതിനോടകം തന്നെ 50 ഗോളുകളിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിലാണ് ഈ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. സൗദി അറേബ്യൻ ലീഗിൽ ആകെ 47 മത്സരങ്ങളാണ് ഇതുവരെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുള്ളത്. 49 ഗോളുകൾ നേടി 13 അസിസ്റ്റുകളാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. 31 മത്സരങ്ങളിൽ നിന്ന് 35 ഗോളുകൾ അദ്ദേഹം നേടി, 11 അസിസ്റ്റുകൾ അദ്ദേഹം നേടി എന്നുള്ളതാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിനകത്തുകൂടി ഇന്ന് ഈ ഒരു നേട്ടം കരസ്ഥമാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.